കോഴിക്കോട് ബീച്ച് ഫുഡ് സ്ട്രീറ്റിൽ നിന്ന് പഴയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത സംഭവത്തിൽ കുറ്റക്കാരായ കച്ചവടക്കാരുടെ ലൈസൻസ് റദ്ദാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ബീച്ച് ഫുഡ് സ്ട്രീറ്റിൽ നിന്നും പഴകിയ മാംസവും കോളിഫ്ലവറുമാണ് പിടിച്ചെടുത്തതെന്ന് അജി കുഞ്ഞുമോൻ കോഴിക്കോട് ചെയ്യുന്നു. അജി പറയൂ. സുഹൈൽ, ഈ കോഴിക്കോട് ബീച്ചിലെത്തുന്ന ആളുകൾ ഒന്നും തന്നെയും ഈ സ്ട്രീറ്റിലുള്ള അവിടുത്തെ ആഹാര സാധനങ്ങൾ വാങ്ങാതെ കഴിക്കാതെ പോകാറില്ല. നമ്മളിൽ പലരും അത് കഴിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം പഴകിയ ഭക്ഷണ സാധനങ്ങൾ ഈ ബീച്ചിലെ ഫുഡ് സ്ട്രീറ്റിലെ ചില കടകളിൽ നിന്നൊക്കെ പിടികൂടിയിരുന്നു. അത് വലിയ തലത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളടക്കം ഉണ്ടാക്കുന്നതാണ്. വലിയ തലത്തിലുള്ള വിമർശനം ഈ ആരോഗ്യ വിഭാഗത്തിനൊക്കെ ഉയർന്നിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്നത് കുറ്റക്കാരായ കച്ചവടക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം, ഇവരുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങണമെന്നാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ പ്രധാനമായും പറയുന്നത്. ഫുഡ് സ്ട്രീറ്റ് പോലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി നഗരം ആധുനികവൽക്കരിക്കുമ്പോൾ നിയമലംഘനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല എന്നാണ് ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ പ്രധാനമായും പറയുന്നത്. ഫുഡ് സ്ട്രീറ്റിൽ ഉചിതമായ പരിശോധന നടത്തി പഴയ ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടെത്തിയ ഈ കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെ കമ്മീഷൻ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ കോഴിക്കോട് ബീച്ചിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഒരുപാട് ഫുഡ് സ്ട്രീറ്റുകളുണ്ട്, ഒരുപാട് കടകളുണ്ട്. നമുക്കറിയാം കോഴിക്കോട് തന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രുചികരമായ ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്. ആ കോഴിക്കോട് നഗരത്തിന്റെ പേര് തന്നെ മോശമാക്കുന്ന രീതിയിൽ ചില കടകൾ പ്രവർത്തിക്കുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നതിനിടെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. കഴിക്കാൻ കൊടുക്കുന്നത് വൃത്തി ഉണ്ടാകണം, നല്ലതായിരിക്കണം, ഇല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ കേസുകൾ വരും. അജി കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്ന് വാർത്ത വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.